നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആളൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മുൻമന്ത്രി PP ജോർജ് മാസ്റ്ററുടെ 17ാമത് ചരമവാർഷിക ദിനാചരണം പുതുക്കാട് സംഘടിപ്പിച്ചു. പുറംപോക്കുകളിൽ വീട് വെച്ച് താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങൾ അടക്കം എല്ലാവർക്കും പട്ടയം അനുവദിക്കണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടകര അഴകം യുവജന സംഘം വായനശാലയും കൊടകര എഴുത്തുപുരയും സംയുക്തമായി MT സുഗതകുമാരി അനുസ്മരണം സംഘടിപ്പിച്ചു. നിറക്കൂട്ടുകൾ കൊണ്ട് വർണ്ണ കാഴ്ചയൊരുക്കി KK രവീന്ദ്രന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. വാർത്തകൾ വിശദമായി. ആളൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. തലോർ സ്വദേശി കണ്ടംകുളത്തി വീട്ടിൽ സുജിത്തിന്റെ ഭാര്യ 32 വയസ്സുള്ള സുജി, 5 വയസ്സുള്ള മകൾ നക്ഷത്ര എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആളൂർ മാളവഴി ജംഗ്ഷനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ആളൂർ പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുൻ മന്ത്രി PP ജോർജ് മാസ്റ്ററുടെ 17ാമത് ചരമവാർഷിക ദിനാചരണം പുതുക്കാട് സംഘടിപ്പിച്ചു. PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രജ്യോതി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെബി കൊടിയൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA മാരായ TV ചന്ദ്രമോഹൻ, MK പോൾസൺ, DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, കല്ലൂർ ബാബു, കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, INTUC വർക്കിംഗ് കമ്മിറ്റി അംഗം ആന്റണി കുറ്റുകാരൻ, UDF ചെയർമാൻ KL ജോസ്, UDF കൺവീനർ സോമൻ മുത്തർത്തിക്കര എന്നിവർ പങ്കെടുത്തു. തൃശൂർ രൂപതയിലെ എല്ലാ വൈദികർക്കും അന്നത്തെ ബിഷപ്പ് കുണ്ടൂളം പിതാവിനും 5 ദിവസത്തെ 4 മണിക്കൂർ വെച്ചുള്ള ധ്യാനം കൊടുത്തു. അതിന്റെ അവസാനത്ത് കുണ്ടൂളം പിതാവ് പറഞ്ഞു, ഞാനിവിടെ ഒരു ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി തുടങ്ങണം. അതൊരു കോളേജായിട്ട് തുടങ്ങി നല്ലപോലെ വിജയിച്ചു എങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആവണം. അതിന് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞത്, പുതുക്കാട്ടുകാരൻ ഒരാളുണ്ട്, അച്ഛൻ ആള് സമീപിച്ചാൽ സഹായം കിട്ടും. ഞാൻ ചോദിച്ചു, ആരാണ്? അദ്ദേഹം പറഞ്ഞു, PP. പ്രസംഗത്തിലേക്ക് കടന്നാൽ അത് ഒരു അധിക പ്രസംഗമായി പോകും. എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്രയോ കാലങ്ങളായി പുതുക്കാട് എന്ന് പറയുന്ന പ്രദേശവും തൃശൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട ലീഡറുടെയൊക്കെ. തൃശൂർ റൂറൽ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ടിന്റെ മികച്ച CPO ആയി തെരഞ്ഞെടുക്കപ്പെട്ട ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക PK അജിതയ്ക്ക് വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് ചെമ്പുച്ചിറയുടെയും നേതൃത്വത്തിലുള്ള സ്നേഹാദരം നൽകി. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണൻ K, സ്കൂൾ PTA പ്രസിഡന്റ് പ്രശാന്ത് PS, പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ എന്നിവർ ചേർന്ന് മെമ്മന്റോ നൽകി ആദരിച്ചു. വിദ്യാലയത്തിലെ പ്രധാനാധ്യാപിക കൃപാകൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, തൃശൂർ റൂറൽ ജില്ലാ SPC ADNO ജോയ് KK, സ്കൂൾ PTA പ്രസിഡന്റ് പ്രശാന്ത് PS, സീനിയർ അധ്യാപിക ഗീത KG എന്നിവർ സംസാരിച്ചു.
കൊടകര അഴകം യുവജന സംഘം വായനശാലയും കൊടകര എഴുത്തുപുരയും സംയുക്തമായി MT സുഗതകുമാരി അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുപുര സെക്രട്ടറി K. രമേശ് അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സദസ്സ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ TV ഗോപി ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ് MT അനുസ്മരണവും MK രാജി സുഗതകുമാരി അനുസ്മരണവും നടത്തി. സംസ്ഥാന സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സുട്ടു കഥകളുടെ കഥാകൃത്ത് 2ാം ക്ലാസ്സുകാരി മെയ് സിത്താരയെ ചടങ്ങിൽ അനുമോദിച്ചു. അനുസ്മരണ സദസ്സിൽ വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ സ്വാഗതവും ലൈബ്രറിയൻ MK ശ്രീജ നന്ദിയും പറഞ്ഞു. സംരക്ഷണം എന്നുള്ളത് മുദ്രാവാക്യമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലെന്ത് ചെയ്യാൻ കഴിയും? നമ്മളായിട്ട് പരിസ്ഥിതിക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും കുറയ്ക്കാവുന്നത് എന്താണ്? കുറച്ചു കാലം മുമ്പൊക്കെ വളരെ സജീവമായ നായരുടെ 2ാം ഊഴം നിങ്ങൾ എത്ര വട്ടം വായിച്ചാലും പുതിയൊരു 2ാം ഊഴമായിരിക്കും വായിക്കുന്നത്. അതിന്റെ വാക്കുകൾക്കിടയിലൂടെ ഒരുപാട് അർത്ഥങ്ങൾ നീങ്ങി പോകുന്നത് നമുക്ക് കാണാം. വാസുദേവൻ നായരോട് തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ കഥ, ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ അദ്ദേഹം. ചാലക്കുടി ഐവിഷന്റെയും ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിവി ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് അംഗം അഭിലാഷ് NP അധ്യക്ഷത വഹിച്ചു. ഐവിഷൻ സെന്റർ ചാലക്കുടിയിലെ പ്രോഗ്രാം കോർഡിനേറ്റർ സജീവ് കുമാർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. സീനിയർ അധ്യാപിക ഗീത KG, PTA പ്രസിഡന്റ് പ്രശാന്ത് PS, CPO അജിത PK, ഹൈസ്കൂൾ അധ്യാപിക സുനിത ദേവി, പ്രോഗ്രാം കോർഡിനേറ്റർ സജീവ് കുമാർ, SCPO വിസ്മി വർഗീസ് എന്നിവർ സംസാരിച്ചു. വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ചെമ്പുച്ചിറ SPCയുടെ നേതൃത്വത്തിലും ഐവിഷൻ ഐക്യ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കണ്ണപരിശോധന ഒരു സൗജന്യമായിട്ട് ഒരു പരിശോധന നിറക്കൂട്ടുകൾ കൊണ്ട് വർണ്ണക്കാഴ്ചയൊരുക്കി KK രവീന്ദ്രന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. പ്രമുഖ ദിനപത്രങ്ങളിലെ സീനിയർ ഫോട്ടോഗ്രാഫറായിരുന്ന തൃശൂർ പുല്ലഴി സ്വദേശി കാട്ടൂർ വീട്ടിൽ രവീന്ദ്രന്റെ ചിത്രങ്ങളാണ് തൃശൂർ കേരള ലളിതകല അക്കാദമിയിൽ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. രവീന്ദ്രൻ വരച്ച 50ഓളം ചിത്രങ്ങളുണ്ട്. 5 ദിവസങ്ങളിലായി തൃശൂർ കേരള ലളിതകല അക്കാദമിയിൽ ചിത്രപ്രദർശനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. എക്സ്പ്രസും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പിന്നീട് ദീപികയും പുണ്യമയും ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള തൃശ്ശൂരിലെ അറിയപ്പെടുന്ന പത്രസ്ഥാപനങ്ങളിൽ ഇവിടെ പറഞ്ഞതുപോലെ പുലിക്കളിക്ക് ചായ ഉണ്ടാകും, അതിൻ്റെ നല്ലതുപോലെയുള്ള നടത്തിപ്പുകാരനായും ഇവരുടെ ഒരുപാട് വളരെ അടുത്ത് ദീർഘമായിട്ടുള്ള 30-35 വർഷക്കാലത്തെ പരിചയമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവരോട് അത്രയേറെ അടുപ്പമുണ്ട്. പക്ഷേ പല ചിത്രങ്ങളും പത്രത്തിനു വേണ്ടി എടുത്ത ചിത്രങ്ങളാണ്. അവ പിന്നീട് ക്യാൻവാസിലേക്ക് പകർത്തി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചലച്ചിത്ര താരം പ്രേംജിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ക്യാമറയിൽ ഒപ്പിയെടുത്തിരുന്നു. അത് ക്യാൻവാസിൽ വരച്ചതാണ് മുഖ്യ ആകർഷണം. പഴുവിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യം, ചേലക്കര വെടിക്കെട്ട് അപകടത്തിന്റെ ദൃശ്യം, കാലികളെ മേയ്ക്കാനിരിക്കുന്ന സ്ത്രീയുടെ ചിത്രങ്ങൾ തുടങ്ങി നിരവധി ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. 50 വർഷത്തിലേറെ പഴക്കമുള്ള ചിത്രങ്ങൾ വരെ ഉൾപ്പെടുത്തിയാണ് ഈ പ്രദർശനം. വാട്ടർ കളറും അക്രലിക്, ഓയിൽ പെയിന്റുകളും ഉപയോഗിച്ചാണ് ചിത്രങ്ങളേറെയും വരച്ചിരിക്കുന്നത്. തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് കൊഴുപ്പേകുന്ന പുലിക്കളിക്ക് വിവിധ ദേശങ്ങൾക്കായി 60 വർഷത്തോളമായി പുലികളെ വരയ്ക്കാറുണ്ട് ഈ 75-കാരനായ ഇദ്ദേഹം. ശോഭനയാണ് ഭാര്യ. സരിത, സംഗീത, സാരംഗി എന്നിവർ മക്കളാണ്. പുലിക്കളിക്ക് ചിത്രം വരയ്ക്കാൻ ചെറുപ്പം മുതലേ അച്ഛൻ വരച്ചിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ചിത്രം വരെ കണ്ട് അങ്ങനെ പഠിച്ചാണ്. പിന്നീട് 15 വയസ്സ് തൊട്ട് ചിത്രം ഇത് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഫൈൻ ആർട്സ് ഈ ഡ്രോയിങ് പഠിച്ചതിന് ശേഷം കൂടുതൽ അതിന് സാധ്യതകളുണ്ടായി. ഫിഗർ വരയ്ക്കാനും പുലിക്കളിക്ക് ഫിഗർ വരയ്ക്കാനൊക്കെ. കൊളത്തൂർ NSS കരയോഗത്തിന്റെ വജ്രജൂബിലിയോടനുബന്ധിച്ച് കരയോഗ മന്ദിരത്തിൽ യോഗം ചേർന്നു. താലൂക്ക് പ്രതിനിധി ഹരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രമേശൻ നായർ അധ്യക്ഷത വഹിച്ചു. കരയോഗത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ ഇലക്ട്രൽ അംഗവുമായ P. നാരായണൻകുട്ടി, സെക്രട്ടറി പ്രശാന്ത്, വനിതാ സമാജം സെക്രട്ടറി വിമല ചില്ലയിൽ, കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ നെടിയമ്പറമ്പത്ത്, സന്തോഷ് ചേഞ്ചേരി, രാമചന്ദ്രൻ, ഗംഗാമണി, P. സ്മിത രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
1 വർഷം നീണ്ടു നിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങൾ നടത്തുന്നതിന് തീരുമാനമെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7215 രൂപ, പവന് 57,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മുൻമന്ത്രി പി ജോർജ് മാസ്റ്ററുടെ 17ാമത് ചരമവാർഷിക ദിനാചരണം പുതുക്കാട് സംഘടിപ്പിച്ചു. പുറംപോക്കുകളിൽ വീട് വെച്ച് താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങൾ അടക്കം എല്ലാവർക്കും പട്ടയം അനുവദിക്കണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടകര അഴകം യുവജന സംഘം വായനശാലയും കൊടകര എഴുത്തുപുരയും സംയുക്തമായി MT സുഗതകുമാരി അനുസ്മരണം സംഘടിപ്പിച്ചു. നിറക്കൂട്ടുകൾ കൊണ്ട് വർണ്ണക്കാഴ്ചയൊരുക്കി KK രവീന്ദ്രന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.